ഇന്നത്തെ ദിവസം ഞാൻ ഫ്രൂട്ട്സ് മാത്രമായിരിക്കും കഴിക്കാൻ പോകുന്നത്. ഞാൻ എന്തൊക്കെ ഫ്രൂട്ട്സ് കഴിച്ചെന്നും എങ്ങനെ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തെന്നും നമുക്ക് ഇതിലൂടെ നോക്കാം. 2026 തുടങ്ങിയിട്ട് എന്തെങ്കിലും നല്ല ശീലങ്ങൾ വേണ്ടേ? അതിനിപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് റൗണ്ട് പുഷപ്പ് എടുത്തു. രാവിലെ അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ നേരെ ഫ്രൂട്ട്സ് കടയിലോട്ട് പൊക്കോണ്ടിരിക്കുവാണേ. അവിടുന്ന് അങ്ങനെ സാധനവും മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യം കഴിക്കുന്നത് ഈ ഒരു മുന്തിരിങ്ങയായിരുന്നേ. കഴുകി വൃത്തിയാക്കിയ മുന്തിരിങ്ങ അങ്ങനെ ഒരു കൊലയോടാണ് ഞാൻ കഴിക്കാനെടുത്തത്. അങ്ങനെ ഒന്നും രണ്ടും കഴിച്ചിട്ട് ആ ഒരു കൊല മുന്തിരിങ്ങ മുഴുവൻ ഇപ്പം ഞാൻ കഴിച്ചു തീർത്തു. അങ്ങനെ രണ്ടാമത് കഴിക്കാൻ എടുക്കുന്നത് ഈ ഓറഞ്ച് ആയിരുന്നു. അങ്ങനെ ഇപ്പം ഞാൻ ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണേ. ഓറഞ്ച് കഴിച്ചിട്ട് അങ്ങനെ പകുതി ആവാറായി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്. ഇതിൻ്റെ ഈ തോട് പൊളിക്കുമ്പോൾ വരുന്ന ആ ഒരു നീര് നമ്മുടെ കണ്ണിലേക്ക് വീണാൽ കുറച്ച് സമയത്തേക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇത് വേറെ ആരുടെയും കണ്ണിലേക്ക് ഞെക്കിക്കഴിഞ്ഞാൽ അവരുടെ വായിന്ന് അങ്ങനെ രണ്ട് തെറിവിളിയും കേൾക്കും. അങ്ങനെ ഇപ്പം ഞാൻ ഓറഞ്ച് കഴിച്ച് തീർത്തേ. കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി വാങ്ങിയ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കായിരുന്നു ഇത്, പൾസർ 150. കുറച്ചധികം കംപ്ലൈൻറ്റുകൾ വന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ എടുക്കുന്നില്ല. മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ് വണ്ടി പോകുമ്പോൾ ഉള്ള മിസ്സിങ്ങും പിന്നീട് ഈ ഒരു പെട്രോൾ ടാങ്കിൻ്റെ ചോർച്ചയുമാണ്. ഇനിയും കുറച്ച് പൈസ ആയിട്ട് വേണം ഈ വണ്ടി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഉച്ചയായപ്പോൾ അങ്ങനെ നല്ല വെയിൽ വന്നു. ഒരു കൈതച്ചക്ക എടുത്തിട്ട് ചെറിയ പീസുകളാക്കി അതിനകത്തേക്ക് ഉപ്പും മുളകും കൂടി ഇട്ടിട്ട് ഇപ്പോൾ അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണേ. വീട്ടിൽ മേടിച്ചിരിക്കുന്ന മുളക് പൊടി അത്യാവശ്യം നല്ല എരിവുള്ളതായിരുന്നു. അളവറിയാൻ വയ്യാതെ ഞാൻ അധികം അങ്ങ് കൂടുതലിട്ടു. എരിവ് കൊണ്ടിപ്പോൾ വയറും നെഞ്ചുമൊക്കെ അങ്ങനെ നല്ല രീതിയിൽ പുകയാൻ തുടങ്ങി. എരിവൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു തണ്ണിമത്തനെടുത്ത് നടുക്കുന്ന് മുറിച്ചാണ്. എനിക്ക് നല്ല ഭാഗ്യമായതുകൊണ്ട് ഒട്ടും പഴുക്കാത്ത തണ്ണിമത്തനാണ് കിട്ടിയത്. ഭാഗ്യം വീണ്ടും വീണ്ടും കൂടുതലായതുകൊണ്ട് എടുത്ത പീസ് അന്നേരം നിലത്തോട്ട് പോയി. അടുത്ത പീസ് അങ്ങനെ നല്ല സൂക്ഷ്മമായിട്ട് എടുത്തിട്ട് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മധുരമില്ലാത്ത പായസം പോലെ. അതും കഴിച്ചതിന് ശേഷം ഇപ്പോൾ സമയം അങ്ങനെ വൈകുന്നേരം 5 മണി ആവാറായിട്ടുണ്ട്. ഒരു പേരയ്ക്ക കഴിക്കാനെടുത്താണ്. പുറം വളരെ മനോഹരവും അകം നോക്കിക്കേ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. അങ്ങനെ വേറൊരു പേരയ്ക്ക ഉണ്ടായതിലെടുത്തിട്ട് അതിപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണേ. ഇനി അവശേഷിക്കുന്നത് ഈ ഒരു മാങ്ങ കൂടി മാത്രമാണേ. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും മാങ്ങ കട്ട് ചെയ്തിട്ട് അത് പ്ലേറ്റിലാക്കിയിട്ട് ഇപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്. നേരത്തെ വാങ്ങി വെച്ചിരുന്ന ഒരു ഐസ്ക്രീം ഫ്രിഡ്ജിലിരിക്കുന്ന കാര്യം. കട്ട് ചെയ്ത മാങ്ങയെല്ലാം കൂടെ ഐസ്ക്രീമിലേക്ക് ഇട്ടിട്ട് അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരു പ്രത്യേകതരം ടേസ്റ്റ്. ഇതുകൂടെ കഴിച്ചിട്ട് ഞാൻ ഈ ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുവാണ്. സപ്പോർട്ട് എന്ന നിലയിൽ നിങ്ങളുടെ ലൈക്ക് സബ്സ്ക്രൈബ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.